ഹായ്, നമസ്കാരം. സമത്വ സർവീസ് സെന്റർ ഇ ഗവേൺസ് ലിമിറ്റഡ് രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ സമത്വ സർവീസ് സെന്റർ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു സമത്വ സർവീസ് സെന്റർ എന്ന വെബ് പേജ് ഓപ്പൺ ആകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ SSCയുടെ സൈറ്റിലേക്ക് പ്രവേശിക്കും. അവിടെ വലതുവശത്ത് മുകളിലായി രജിസ്റ്റർ ലോഗിൻ എന്ന് കാണാം. ഇവിടെ രജിസ്റ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പേജ് ആയിരിക്കും ഓപ്പൺ ആകുക. ഇത് ശരിക്കും വായിച്ചു നോക്കി മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെയായി ക്ലിക്ക് ചെയ്യുക. ഇതിനുശേഷം ഒരു രജിസ്ട്രേഷൻ ഫോം ആണ് നമുക്ക് മുമ്പിലേക്ക് ഓപ്പൺ ആയി വരുന്നത്. അതിലാദ്യം ID പ്രൂഫ് എൻ്റർ ചെയ്യുക. അത് ആധാർ, അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്കുണ്ട്. അതിൽ ഏത് ഓപ്ഷൻ ആണെന്ന് വെച്ചാൽ ആ ID പ്രൂഫ് നമ്മൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ ഫോട്ടോ JPEG ഇമേജ് ആയി അപ്ലോഡ് ചെയ്യുക. തുടർന്ന് നമ്മളുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ, ഫാദർ ഓർ മദർ, സ്പൗസ് നെയിം, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, ലോക്കൽ ബോഡി, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻസ്, ആധാർ നമ്പർ, ജനന തീയതി, ഒപ്പം ക്യാൻസൽഡ് ചെക്ക് ലീഫ് അല്ലെങ്കിൽ പാസ്ബുക്കിന്റെ ഫ്രണ്ട് പേജ് എന്നിവ എൻ്റർ ചെയ്യുക. പിന്നീട് അഡ്രസ് എഴുതി ചേർക്കുക. ഇതിനുശേഷം നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നൊരു ഓപ്ഷൻ കാണാം. പലപ്പോഴും അത് വേറെ ഏതെങ്കിലും ഒരു സെന്റർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലേസ് ആയിരിക്കും നമ്മുടെ ഡിസ്പ്ലേ കാണുന്നത്. നമ്മൾ അവിടെ ചെയ്യേണ്ടത് താഴെ ഗൂഗിൾ മാപ്പ് കാണാം. ഈ ഗൂഗിൾ മാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ സെർച്ച് എന്ന ഓപ്ഷന്റെ അവിടെ ആയിട്ട് നമ്മുടെ സ്ഥലം, ഇപ്പൊ കലഞ്ഞൂരാണെങ്കിൽ കലഞ്ഞൂർ കേരള എന്ന് നമ്മൾ എൻ്റർ ചെയ്തു കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ ലൊക്കേഷൻ നമുക്ക് സ്ക്രീനിൽ കാണാം. അത് നോക്കി സെലക്ട് ചെയ്യുക. ഇതിനു മുമ്പ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഫോട്ടോ 100 KB അകത്താകാൻ ശ്രദ്ധിക്കണം. ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം രജിസ്റ്റർ ആൻഡ് പേ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. പേ വിത്ത് റേസർ പേ എന്നും SBI എന്നും 2 ഓപ്ഷൻസ് വരും. ഇതിൽ ഏതാണ് നമുക്ക് അനുയോജ്യം എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കുക. പേ വിത്ത് റേസർ പേ ആണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് വിൻഡോയിൽ QR കോഡ് കാണും. അതേപോലെ തന്നെ നെറ്റ് ബാങ്കിങ്ങിന്റെ ഓപ്ഷൻസ് കാണും, ഗൂഗിൾ പേ കാണും, ഫോൺ പേ കാണും. നമ്മുടെ ഓപ്ഷൻസ്, നമ്മളുടെ പേയ്മെന്റ് ഓപ്ഷൻസ് ഏതാണോ, നിങ്ങളുടെ ഇഷ്ടം ഏതാണോ അത് നമ്മൾ പേയ്മെന്റ് ഓപ്ഷനായി ഉപയോഗിക്കുക. ഏകദേശം 1500 രൂപയ്ക്ക് അടുത്ത തുകയാണ് എക്സാം ഫീ ആയി അടയ്ക്കേണ്ടി വരിക. പണം അടച്ചാൽ കൺഫേം പേയ്മെന്റും പേയ്മെന്റ് സക്സസ്ഫുൾ എന്ന മെസ്സേജുകളും നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ വരും. അതിനുശേഷം ടെക് എക്സാമിലേക്കുള്ള യൂസർ നെയിം, പാസ്വേഡ് പേജ് ഓപ്പൺ ആകും. ഇവിടെ നിങ്ങൾ നേരത്തെ നൽകിയിട്ടുള്ള ഇമെയിൽ IDയിലേക്ക് യൂസർ നെയിമും പാസ്വേഡും എത്തിയിട്ടുണ്ടാകും. ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ടെക് എക്സാം നമുക്ക് ആരംഭിക്കാം. ലോഗിൻ ചെയ്തതിന് ശേഷം ആരംഭിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ടെക് എക്സാം എഴുതുന്നതിനുള്ള യൂസർ IDയും പാസ്വേഡും നിങ്ങളുടെ ഇമെയിൽ IDയിൽ വന്നിരുന്നല്ലോ. അതിന് ബാക്കിയായിട്ടാണ് ഈ വീഡിയോ തുടരുന്നത്. എക്സാം വിൻഡോയിൽ കാണുന്ന ട്രസ്റ്റർ എന്റർപ്രണർ സർട്ടിഫിക്കറ്റ് വിൻഡോയിൽ വലതുവശത്ത് കാണുന്ന ലോഗിനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ലോഗിൻ യൂസർ വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങളുടെ മെയിൽ IDയിൽ വന്ന യൂസർ IDയും പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ടെക് എക്സാം വിൻഡോ ഓപ്പൺ ആകും. അവിടെ 3 ഓപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഡാഷ്ബോർഡ് ഉണ്ട്, ലേണിംഗ് ഉണ്ട്, അസസ്മെന്റ് ഉണ്ട്. ഈ 3 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. അസസ്മെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ടെക് എക്സാം എഴുതാനുള്ള വിൻഡോ ഓപ്പൺ ആകും. അവിടെ 10 കാറ്റഗറി ആയിട്ടാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ കാറ്റഗറി എക്സാമിലും 10 മിനിറ്റ് വീതമാണ് സമയം ക്രമീകരിച്ചിട്ടുള്ളത്. ഓരോ കാറ്റഗറിയിലും 5 ഉത്തരമെങ്കിലും ശരിയാകണം. ടോട്ടൽ 5 കാറ്റഗറി എങ്കിലും പാസ് ആവുകയും വേണം. എക്സാം എല്ലാം പാസ് ആയതിനു ശേഷം നിങ്ങൾ ഡാഷ്ബോർഡിലേക്ക് വരിക. അവിടെ നിങ്ങൾക്ക് ടെക് എക്സാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം.
നിങ്ങളുടെ VLC മെയിൻ എക്സാമിലേക്കുള്ള യൂസർ നെയിമും പാസ്വേഡും നേരത്തെ നിങ്ങൾ നൽകിയിട്ടുള്ള മെയിൽ ID-യിലേക്ക് സെൻഡ് ആയിട്ടുണ്ടാവും. ഇത് ഉപയോഗിച്ചാണ് മെയിൻ എക്സാം എൻ്റർ ചെയ്യാൻ സാധിക്കുക. ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് മെയിൻ എക്സാം എങ്ങനെ എഴുതാം എന്നതിനെ കുറിച്ചാണ്. മെയിൻ എക്സാമിലേക്ക് പോകുന്നതിനായി ടെക് എക്സാം പൂർത്തിയാക്കിയതിനു ശേഷം താഴെ കാണുന്ന മെയിൻ എക്സാം എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മെയിൻ എക്സാം ലോഗിൻ യൂസർ എന്ന വിൻഡോ ഓപ്പൺ ആയി വരും. ടെക് എക്സാം പൂർത്തിയാക്കിയതിനു ശേഷം കിട്ടിയ ടെക് സർട്ടിഫിക്കറ്റ് നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് സബ്മിറ്റ് ആൻഡ് ലോഗിൻ ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ക്യാപ്ചർ യുവർ ഫോട്ടോ എന്ന വിൻഡോ ഓപ്പൺ ആയി വരും. അവിടെ നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക. ഇവിടെ വേണ്ട നിർദ്ദേശങ്ങൾ ഒരു ബോക്സിൽ നമുക്ക് കാണാം. അത് നമ്മൾ ശ്രദ്ധാപൂർവം വായിച്ചു നോക്കണം. ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അറിയാം, ശരിയായിട്ടിരിക്കണം, തല ചരിക്കരുത്, നേരെ തന്നെ നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്, ഇതൊക്കെ നിർദ്ദേശമായിട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇത് ശരിയായ രീതിയിൽ വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ ഇമേജ് അവിടെ ക്യാപ്ചർ ചെയ്യത്തുള്ളൂ. തുടർന്ന് നെക്സ്റ്റ് ക്യാപ്ചർ ആധാർ എന്ന ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാമറയ്ക്ക് മുമ്പിലേക്ക് ആധാർ നേരെ തന്നെ പിടിച്ച് ബ്ലറൊക്കെ വരാത്ത കാണിച്ച് ക്യാപ്ചർ ചെയ്യുക. അതിനുശേഷം ഗെറ്റ് വേരിഫിക്കേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് അപ്ലോഡഡ് ആൻഡ് സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്റ്റാർട്ട് എക്സാം എന്നും വിൻഡോ ഓപ്പൺ ആകുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും 60 മിനിറ്റ് ആണ് എക്സാം സമയം. ഇവിടെ പരീക്ഷയ്ക്കുള്ള നിർദ്ദേശങ്ങളെല്ലാം വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒന്ന് ശരിയായ രീതിയിൽ വായിച്ചു നോക്കണം. എന്നതിന് ശേഷം മാത്രമേ എക്സാമിലേക്ക് കടക്കാവൂ. തുടർന്ന് ക്യാമറയും ഓപ്പൺ ആകും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ക്യാമറയിൽ ഒരാളിലധികം വരുന്നുണ്ടോ എന്നോ മുഖം തിരിച്ച് ക്യാമറയിൽ വരുന്നോ എന്നൊക്കെ ശ്രദ്ധിക്കണം. ഇതൊന്നും പാടില്ല. മറ്റൊരാൾ നമ്മുടെ ക്യാമറയിലേക്ക് കടന്നു വന്നാലോ മുഖം തിരിക്കുകയോ ഒക്കെ ചെയ്താലോ നമ്മൾ പെട്ടെന്ന് ഈ പരീക്ഷ നടത്തിപ്പിൽ നിന്ന്, പരീക്ഷാ രീതിയിൽ നിന്നൊക്കെ നമ്മൾ പുറത്തു പോകേണ്ടി വരും. അതുകൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചു വേണം ക്യാമറയ്ക്ക് മുമ്പിൽ നേരെ ഇരിക്കാൻ. തുടർന്ന് 50 ക്വസ്റ്റ്യനുകൾ നമ്മുടെ സ്ക്രീനിൽ തെളിയും. ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ മാത്രം ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ആൻസറിലെ ABCD എന്നീ 4 കാറ്റഗറികൾ ഉണ്ടാകും. അതിൽ C ആണെങ്കിൽ സിയിൽ മാത്രം ക്ലിക്ക് ചെയ്യുക. തുടർന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻസിലേക്ക് ക്ലിക്ക് ചെയ്യുക. അവിടെ ആൻസർ ഏതാണെന്ന് നമുക്ക് തോന്നുന്നു അതിൽ മാത്രം ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകുക. ഇതിനിടയ്ക്ക് എന്തെങ്കിലും തെറ്റുകൾ വന്നാലോ നമ്മുടെ ക്യാമറയിൽ നിന്ന് മുഖം ഒന്ന് മാറിപ്പോയാലോ ഒക്കെ അവിടെ റെഡ് മാർക്കിൽ സൂചനകൾ നമുക്ക് നൽകുന്നുണ്ടാകും. അത് മനസ്സിലാക്കി താഴെ അണ്ടർസ്റ്റുഡ് എന്ന് കാണാം. ഈ അണ്ടർസ്റ്റുഡ് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമ്മൾ പഴയതുപോലെ ക്വസ്റ്റ്യൻസിലേക്ക് എത്തിച്ചേരും. നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ മെസ്സേജോട് കൂടിയ ഒരു വിൻഡോ ആയിരിക്കും അവസാനമായി ഓപ്പൺ ആകുക. അതിൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിന്റെ പെർസെന്റേജ് സഹിതം ഡിസ്പ്ലേയിൽ വരും. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഗോ ടു ഡാഷ്ബോർഡ് എന്നാണ് കാണുന്നത്. ഈ ഡാഷ്ബോർഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഡാഷ്ബോർഡില് നമുക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാകും. 15 ദിവസത്തിനകം തന്നെ ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് നമുക്ക് നമ്മുടെ മെയിൻ എക്സാം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് മുമ്പിൽ മെയിൻ എക്സാം സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയതോടുകൂടി നമ്മൾ ഒരു SSCയുടെ ഫ്രാഞ്ചൈസി ഓണർ ആയിരിക്കുകയാണ്. ഭാരതത്തിലെ ഏറ്റവും പുതുമയുള്ള, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വെബ് പോർട്ടലിൽ നമ്മളും ഭാഗമായിരിക്കുകയാണ്. നമ്മളും ഒരു സംരംഭകനായിരിക്കുകയാണ്. വീണ്ടും നമുക്ക് സമത്വ സർവീസ് സെന്ററിന്റെ അടുത്തൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.